പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളോടെ ഇന്നിപ്പോൾ നീറ്റ് UG പുനഃപരീക്ഷ നടക്കാനിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ തയ്യാറായി കഴിഞ്ഞു. തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായെന്ന് NTA അറിയിച്ചു. അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ഒരുപാട് പ്രതീക്ഷകളാണ്, അതിലേറെ മാനസിക സമ്മർദ്ദമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിദ്യാർത്ഥികളും ഒപ്പം രക്ഷിതാക്കളും അടക്കം അവർ അനുഭവിച്ചത്. വീണ്ടും ഒരു ചോദ്യപേപ്പർ ചോർച്ച ഇല്ല എന്ന് അവർ ഉറപ്പാക്കി. ആ പ്രതീക്ഷയോടെ ഇന്നിപ്പോൾ രണ്ടാമത് പരീക്ഷ എഴുതാനായി എത്തുകയാണ്. പഴുതടച്ച സുരക്ഷ തന്നെയല്ലേ? സ്വപ്ന, ഗുഡ് മോർണിംഗ്. തീർച്ചയായും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് നീറ്റ് UG പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രാലയവും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. മെയ് 3 നടന്നിട്ടുള്ള പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളത് ഉയർന്ന ആരോപണമായിരുന്നു. ടെലിഗ്രാമിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ചോദ്യപേപ്പറുകൾ എത്തിയതോടുകൂടിയായിരുന്നു NTA ഇടപെട്ടുകൊണ്ട് വിശദമായ പരിശോധന നടത്തി പരീക്ഷ റദ്ദാക്കാനുള്ള തീരുമാനമെടുത്തത്. ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളിലേക്ക് എത്തിക്കാതെ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളോടെ ചോദ്യപേപ്പർ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ പരീക്ഷ നടത്തുമെന്നുള്ളതായിരുന്നു അറിയിച്ചത്. അതിനനുസൃതമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പരീക്ഷയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ, ചോദ്യപേപ്പർ എത്തിക്കുന്നത്, അതിന്റെ നടപടിക്രമങ്ങൾ, ഇതിനുവേണ്ടി വിപുലമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നിലവിലൊന്ന് വിലയിരുത്തുമ്പോൾ 5440 പരീക്ഷാ കേന്ദ്രങ്ങൾ, അത് രാജ്യത്തിനകത്തും വിദേശ രാജ്യങ്ങളിലുമായി ഇത്രയധികം പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 2 ലക്ഷത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരീക്ഷാ ഡ്യൂട്ടി നൽകിയിട്ടുള്ളത്. 15,000-ലധികം അർദ്ധസൈനിക വിഭാഗം ഈ 5440 പരീക്ഷാ കേന്ദ്രങ്ങളിലായി സുരക്ഷാ ചുമതലയുടെ മേൽനോട്ടം വഹിക്കും. ചോദ്യപേപ്പറുകൾ എത്തിക്കുന്നതിനും തിരിച്ച് ഉത്തരക്കടലാസുകൾ കൊണ്ടുപോകുന്നതിനുമുള്ള ചുമതല അർദ്ധസൈനിക വിഭാഗത്തിനാണ് നൽകിയിട്ടുള്ളത്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ പൂർണ്ണസമയ CCTV സർവൈലൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ CCTV NTA മുതിർന്ന ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ വിലയിരുത്തും. അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. യാതൊരു തരത്തിലും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ തടയുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിലേറ്റവും നിർണായകമായിരുന്നു ടെലിഗ്രാം പ്ലാറ്റ്ഫോമിന്റെ നിയന്ത്രണം. അതിൽ ഈ ചോദ്യപേപ്പറുകളുടെ ചോർച്ച മുൻകൂട്ടി ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് മുൻ തീയതികളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ പോസ്റ്റിൽ പരീക്ഷ കഴിഞ്ഞ് ചോദ്യപേപ്പറുകൾ ലഭിച്ചതിന് ശേഷം വിദ്യാർത്ഥികളിൽ നിന്ന് ആ ചോദ്യപേപ്പറുകൾ പകർത്തി അത് മുൻപ് പോസ്റ്റ് ചെയ്ത പോസ്റ്റിൽ എഡിറ്റ് ചെയ്ത് ചോദ്യപേപ്പർ മുൻപേ തന്നെ ചോർന്നിട്ടുണ്ട് എന്ന് വരുത്തുന്ന ഒരു രീതി മുൻകാലങ്ങളിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അത് ഡൽഹി ഹൈക്കോടതി ശരിവെച്ചു. കൂടാതെ ഇപ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്ന പുനഃപരീക്ഷ തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തിയിരുന്നു. ആ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 5:15 വരെയാണ് നീറ്റ് പരീക്ഷ നടക്കുന്നത്. ഏകദേശം 23 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനുണ്ട്. പരീക്ഷാ സമയത്തിൽ 15 മിനിറ്റിന്റെ അധിക സമയം നൽകിയിരുന്നു. കാരണം ഇത്തവണ സുരക്ഷാ നടപടികൾ, പരിശോധന, ബയോമെട്രിക് പരിശോധന, ഇവയ്ക്കെല്ലാം തന്നെ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് 15 മിനിറ്റ് പരീക്ഷയ്ക്ക് കൂടുതൽ അധിക സമയം നൽകിയിട്ടുണ്ട്. 4 റഫ് പേപ്പറുകളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. ചോദ്യപേപ്പർ സൂക്ഷിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും സമഗ്രമായ മാറ്റം NTA കൊണ്ടുവന്നിരുന്നു. ഇത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായിട്ടുള്ള വിജ്ഞാപനം കഴിഞ്ഞ ദിവസം NTA പുറത്തിറക്കി. കൂടാതെ വിദ്യാർത്ഥികൾക്കുള്ള സന്ദേശം NTA ഔദ്യോഗിക വാട്സ്ആപ്പ് നമ്പർ, ബ്ലൂടിക്ക് വെരിഫൈഡ് ആയിട്ടുള്ള ഔദ്യോഗിക വാട്സ്ആപ്പ് നമ്പറിൽ നിന്ന് മാത്രമായിരിക്കും വിദ്യാർത്ഥികൾക്കുള്ള ഔദ്യോഗിക സന്ദേശം എത്തുക. മറ്റ് വ്യാജ പ്രചരണങ്ങളിൽ ഒന്നും തന്നെ ശ്രദ്ധ നൽകേണ്ടതില്ല. വിദ്യാർത്ഥികൾ മെയ് 3 ഉള്ള പരീക്ഷയ്ക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത ഹാൾ ടിക്കറ്റുകൾ അസാധുവായിരിക്കും. പുതിയ പരീക്ഷയ്ക്ക്, ഇന്ന് നടക്കുന്ന പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റുകൾ വെബ്സൈറ്റിൽ വളരെ നേരത്തെ തന്നെ ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ കരുതണം. 2 ഫോട്ടോ കരുതണം. കൂടാതെ ഇതിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കണം എന്ന് വളരെ കൃത്യമായി തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി വിദ്യാർത്ഥികളുടെ ശ്രമം പാഴാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പഴുതടച്ച കനത്ത കർശന സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഈ പരീക്ഷയ്ക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇതിനെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു അനാസ്ഥയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പിടിപ്പുകേടാണെന്ന വലിയ രീതിയിൽ തന്നെ വിമർശനം ഉയർന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. കോക്രോച്ച് ജനതാ പാർട്ടി കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയതാണ് ജന്തർ മന്ദറിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാലല്ലാതെ ആ പ്രതിഷേധം അവസാനിക്കില്ല. അതിനുവേണ്ടി തന്നെയാണ് ഇന്നും ഇപ്പോൾ പ്രതിഷേധം തുടരുന്നതല്ലേ?
സ്വപ്ന, നീറ്റ് പരീക്ഷ കൂടാതെ CBSE പരീക്ഷയും പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ളതാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസും പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം ആരംഭിച്ചത്. രാത്രിയും ആ വേദിയിൽ പ്രതിഷേധം തുടർന്നു. പോലീസുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇന്ന് വൈകിട്ട് 5 മണിവരെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ജന്തർ മന്ദിറിൽ പ്രതിഷേധം നടത്താനുള്ള സമയം നൽകിയിട്ടുള്ളത്. എന്നാൽ അഭിജിത് ദീപ്കെ ഉൾപ്പെടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നവർ വ്യക്തമാക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ സമരം തുടരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശേഷം ഒരു സമയം നീട്ടി നൽകാനുള്ള സാധ്യത കുറവാണ്. കാരണം ജന്തർ മന്ദിറിൽ അത്തരത്തിൽ അനിശ്ചിതകാലത്തേക്ക് ഒരു സമരവേദിയാക്കാൻ പോലീസ് അനുവാദം നൽകാറില്ല. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് സമയം അവസാനിക്കുമ്പോൾ പോലീസിന്റെ ഇടപെടൽ എന്തായിരിക്കും? അതല്ല ഈ ഒരു താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചുകൊണ്ട് നേരത്തെ ആദ്യഘട്ട സമരം ഡൽഹിയിൽ നടത്തിയിരുന്നു. പിന്നീട് വിവിധ നഗരങ്ങളിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി ഇത്തരത്തിൽ സമരം നടത്തിയെങ്കിൽ പോലും സോഷ്യൽ മീഡിയ ലഭിച്ച ഒരു വലിയ ജനപിന്തുണ അവരുടെ പ്രത്യക്ഷ സമരത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ തന്നെ 1000-ന് പുറത്ത് ആളുകൾ ജന്തർ മന്ദിറിൽ പകൽ സമയത്ത് സമരത്തിനെത്തിയെങ്കിൽ പോലും രാത്രിയിലേക്ക് 50-ൽ താഴെ ആളുകൾ മാത്രമായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിനെത്തിയത്. അതിന് പ്രത്യേക കാരണം ഈ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളൊന്നും തന്നെ ഈ പ്രത്യക്ഷത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയോ ആ സമരവേദിയിലേക്ക് എത്തണമെന്ന് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുകയോ ചെയ്തിട്ടില്ല. നിലവിൽ SFI ഉൾപ്പെടെ ചില ഇടത് വിദ്യാർത്ഥി സംഘടനകൾ മാത്രമാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിൽ എത്തിയിട്ടുള്ളത്. സ്വപ്ന, വിഷ്ണുവാണ് വിവരങ്ങളുമായി ചേർന്നത്.